സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തീയലാണ്. നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു തീയൽ തന്നെയാണ് ഇത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വളരെ ടേസ്റ്റോടു കൂടിയ ഒരു തീയലിൻ്റെ റെസിപ്പിയാണ് ഇത്. ആദ്യമായി നമുക്ക് തീയലിന് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വറുത്തെടുക്കാൻ. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ തേങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ ചൂടുള്ള പാത്രത്തിൽ ഇരുന്നാൽ ചിലപ്പോൾ തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി കറിക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ഇതിനായിട്ട് ഒരു ചെറിയ കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കഷ്ണം പടവലങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങയ്ക്കായും കുറച്ച് ചുവന്നുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തിരിക്കുന്ന പാത്രം തന്നെ ക്ലീൻ ആക്കി എടുത്താണ് തീയൽ വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കളറ് മാറി വഴന്ന് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കിഴങ്ങും പടവലങ്ങായും മുരിങ്ങയ്ക്കായും ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 2 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല വഴറ്റണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 3 മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ പച്ചക്കറിയുടെ കളറെല്ലാം മാറി വരാൻ തുടങ്ങും. ഈ സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നല്ല തിളച്ച 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. കറിക്ക് ആവശ്യമായ 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കഷ്ണത്തിന് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് കഷ്ണങ്ങൾ 3/4 ഭാഗം വേകുന്നിടം വരെ വേവിച്ചെടുക്കാം. 5 മിനിറ്റായി അടച്ച് വെച്ച കഷ്ണങ്ങൾ വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ചേർക്കാതാണ് അരച്ചെടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് കറിയിലേക്ക് നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അത്രയും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കഷ്ണങ്ങൾ വെന്ത് ചാറെല്ലാം ഒന്ന് കുറുകി കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം. 2-3 മിനിറ്റും കൂടി തിളച്ച് കഴിയുമ്പോൾ കഷ്ണമെല്ലാം വെന്ത് ചാറ് കുറുകി വരും. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു തീയലാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്താണേലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.